സമയം എത്രയായി? സമയം ഇപ്പം 10 മണിയാവാറായി. എന്താ ലേറ്റായോ? ആ, എത്ര മണിക്ക് എത്തണ്ടേ? ഞാൻ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെല്ലാന്നാ പറഞ്ഞേ. ആഹാ, ലേറ്റാവുമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നോ? ആ, ഞാൻ വണ്ടി കയറുന്നതിന് മുന്നേ വിളിച്ചു പറഞ്ഞായിരുന്നു. ആ, അവിടെ നമ്മുടെ ഒരു ക്ലീനർ പയ്യനുണ്ട്, ആഹാ. അവനെ പറഞ്ഞേപ്പിച്ചീന്. അപ്പോൾ ലോഡൊക്കെ എങ്ങനെയാ? നിങ്ങൾ ചെന്നിട്ടാണോ? അല്ല, അതിനവിടെ പണിക്കാരുണ്ട്. പിന്നെ അത് നമ്മളെ പണിയല്ലല്ലോ. ഉം, ഉം, ഉം. അവരതിപ്പോൾ കയറ്റിയിട്ടുണ്ടാവും. ആഹാ. എന്താ ഐറ്റം? അത് നമ്മളെ മാർബിളില്ലേ, ആ അതാ. ലോങ് ട്രിപ്പാണ്? അല്ല, അത് നമ്മളെ കോഴിക്കോട്ടേക്കില്ലതാ, രാവിലെ എത്തിക്കാല്ലേ. ശരി. നമ്മളെ മാർബിള്. മാർബിളിൻ്റെ. ആ ആ. രാവിലെ ഏകദേശം 9 മണിയാകുമ്പോൾ എത്തില്ലേ? ആ, ഏകദേശം ഇവിടുന്നൊരു 12 മണിയൊക്കെ ആകുമ്പോൾ വിട്ടാൽ ആ സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് ചെല്ലാം. വല്ലാത്തൊരു അലച്ചിലായിരിക്കും അല്ലേ? ആ, കുഴപ്പമില്ല, രാത്രിയൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ട്രാഫിക്കൊന്നും അധികം ഉണ്ടാവില്ല, വിട്ടടിച്ചങ്ങ് പോവാം. ഇയാൾ കുറേ കാലമായി ഈ ഫീൽഡിൽ? അല്ല, ഞാൻ ഒരു 8 വർഷമായിട്ട് കിളിയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഡ്രൈവിംഗ് പഠിച്ചത്. പിന്നെ സെറ്റായി, പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് കൂടി. പഠിത്തമൊക്കെ എങ്ങനെ പോയി? അത് പഠിത്തമൊക്കെ ഞാൻ ഒരു 10 വരെയൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ അച്ഛനില്ലാത്തതുകൊണ്ട് അതൊക്കെ അങ്ങ് നിർത്തി. പിന്നെ അനിയൻ ചെറുതല്ലേ, അതുകൊണ്ടങ്ങ് നിർത്തി. വല്ലാത്ത കഷ്ടമായിരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ആ, അത്യാവശ്യം. പിന്നെ മക്കൾ എത്ര പേരുണ്ട്? ഇല്ല, മക്കളില്ല. സോറി കേട്ടോ. കുഴപ്പമില്ല, ഇത് പതിവാ. എല്ലാവരും ചോദിക്കുന്നേ, 5 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പം അതങ്ങ് ശീലായി. അപ്പോൾ ഹോസ്പിറ്റലൊന്നും കാണിച്ചില്ലേ? ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാണിച്ച്, വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. പിന്നെ മടുത്ത്. എൻ്റെ പ്രശ്നമാണ് മെയിനായിട്ട്. അതുകൊണ്ട് പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പ്രതീക്ഷ വിടല്ലടോ. ഇപ്പോൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ, ശരിയാവുന്ന ശ്രമിച്ചു നോക്ക്. സാറ് പറയും പോലല്ല, ഞാൻ മാക്സിമം കാണിക്കാല്ലോടത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു. വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത് ഇങ്ങനത്തെ പ്രശ്നമായതുകൊണ്ടാവും അവക്കെന്നെ വേണ്ട. അതൊരവസരമാക്കാൻ ചിലർ നോക്കി. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഇതൊക്കെ എത്രയെന്നൊക്കെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഞാൻ അത്ര കഷ്ടപ്പെട്ടാന്നറിയോ ഇതൊക്കെ ഉണ്ടാക്കിയത്. അതിന് എന്തെങ്കിലും മിച്ചം വെച്ചിട്ട് വേണം എൻ്റെ കാര്യം വീട്ടുകാര്യം നോക്കാൻ. ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ നമുക്കത് ഇല്ലാണ്ടായി പോവില്ല നമ്മളാകെ.